ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീടിനുള്ളിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്ന റംലത്തും കുടുംബവും നാട്ടുകാരുടെ കണ്ണീരാകുന്നു. തൃക്കരിപ്പൂർ മൊട്ടമ്മൽ ബീച്ച് റോഡിന് സമീപത്താണ് മേൽക്കൂര പോലും ഇല്ലാത്ത വീടിനുള്ളിൽ കോരിച്ചൊരിയുന്ന മഴയത്തും റംലത്തും മക്കളും അന്തിയുറങ്ങുന്നത്. കഴിഞ്ഞ കർക്കിടകത്തിൽ കാറ്റൊന്നു ആഞ്ഞുവീശിയപ്പോൾ റംലത്തിന്റെ ഓടിട്ട വീടിന്റെ മോന്തായം നിലം പതിച്ചു. ബാക്കിയായ കഴുക്കോലുകൾ ചൂടിക്കയറിന്റെ കരുത്തിൽ കുതിർന്ന ഓടുകളെ പിടിച്ചു നിൽക്കുന്നു. ഓടുകളെ താങ്ങി നിർത്തുന്ന നേർത്ത മരക്കഷണങ്ങളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി പദം വന്നിരിക്കുന്നു. അതുവഴി വെള്ളം ഏറ്റുവാങ്ങുന്ന ചുവരുകളിലെ കുമ്മായക്കൂട്ട് പാളികളായി അടർന്നു വീണിട്ടുണ്ട്. അത്യധികം ആശങ്കയോടെയാണ് റംലത്തിന്റെ ഓരോ ദിനവും കടന്നു പോകുന്നത്. മുൻവശത്തെ വാതിലിന്റെ വിള്ളലിലൂടെ പാമ്പും പട്ടിയും വെരുകുമൊക്കെ അകത്തേക്ക് കയറുമെന്നായപ്പോൾ പട്ടികകൾ വെച്ച് ആണിയടിച്ച് ഭദ്രമാക്കി. ഇനിയിപ്പോൾ കയറാനും ഇറങ്ങാനും ഒക്കെ ഒരു വാതിൽ. അടുക്കള ഏതു നിമിഷവും കിണറിലേക്ക് വീഴാൻ പാകത്തിൽ നിൽക്കുന്നു. ആഹാര സാധനങ്ങൾ പോലും സുരക്ഷിതമായി വെക്കാൻ കഴിയില്ല. വീടുകളിൽ അടുക്കള പണിക്ക് സഹായിച്ചും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റും കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്ന റംലത്തിന് 3 മക്കളാണുള്ളത്. കുട്ടികളുടെ പഠന ചെലവുകൾ തന്നെ ഇവർ അരിഷ്ടിച്ചാണ് കണ്ടെത്തുന്നത്. ആകാശം കാണുന്ന വീടിന്റെ മേൽക്കൂരയ്ക്ക് പ്ലാസ്റ്റിക് പുതപ്പണിയിച്ചത് ചില സഹൃദയരുടെ സഹായത്താലാണ്. റമദാനിൽ ഉച്ചഭക്ഷണം വേണ്ടെന്നത് ഇവർക്ക് ആശ്വാസമാകുന്നു. ആരോടും ഒന്നും പറയാൻ റംലത്തിന്റെ മനസ്സ് അനുവദിക്കാറില്ല. കാറ്റ് വീശുമ്പോഴും മഴ കനക്കുമ്പോഴും റംലത്തിന്റെ മനസ്സിൽ തീയാണ്. ഇപ്പൊ താമസിക്കാൻ ഭയങ്കര വിഷമം തന്നെ. കാറ്റും മഴയും വരുമ്പോൾ ഭയങ്കര പേടിയാണ്. നിൽക്കാൻ പോലും പേടിയാകുന്ന ഒരവസ്ഥയിലാണ് ഞാനില്ലേ. സൂപ്പർ കിട്ടിയിട്ടാണ് എൻ്റെ മുകളിൽ. ആരോടും പറയാത്തൊരു വിഷമമാണ്. ഞാൻ പറയലില്ല വിഷമത്തെ പറ്റി. ഞാനും എൻ്റെ മക്കളും ഇതുവരെ ഇങ്ങനെ നോമ്പ് എടുത്ത് ജീവിക്കുന്നത്. ആരോടും അധ്വാനിച്ച് എന്തെങ്കിലും ഇതായിട്ടാണ് ജീവിതം കഴിക്കൽ. പഠിച്ചവനെ മാത്രം നമുക്ക് വിശ്വാസം. അമ്മ എന്ത് കാര്യവും അള്ളഹാനോടല്ലാണ്ട് ഞാൻ ആരോട് പറയില്ല. എൻ്റെ വിഷമം മനസ്സിൽ ഒതുക്കുന്നു. അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ പറയാൻ കാര്യമില്ലൂ. ഓടിൽ പിടിച്ചു നിൽക്കുന്ന കുതിർന്ന മേൽക്കൂര ഏതു സമയവും ഇവരുടെ മേൽ പതിച്ചേക്കാം. അടുത്തിടെയായി വീടിനകത്ത് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പദ്ധതിയിൽ വീട് വെക്കാൻ തറയുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന വിഹിതത്തിനൊപ്പം എന്തെങ്കിലും ചേർത്ത് സ്വപ്നങ്ങൾ കെട്ടിയുയർത്താൻ പക്ഷേ റംലത്ത് ഇപ്പോഴും അശക്തയാണ്.